അവസാനത്തെ യാത്രയാണെങ്കിലോ പോയിട്ട് നമ്മളങ്ങനെ ഓഫ് റോഡില് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് ഇപ്പൊ മലപ്പുറത്ത് നിന്ന് തലശ്ശേരി പോവാണ്. തലശ്ശേരി പോകാൻ വേണ്ടി കുറച്ചധികം വഴുകി ഇറങ്ങി. നമ്മളിങ്ങനെ കോഴിക്കോടൊക്കെ കഴിഞ്ഞ് പണി നടക്കുകയാണല്ലോ ഇപ്പൊ, ഏകദേശം ഹൈവേന്റെ പണി നടക്കുക. അപ്പൊ നമ്മള് എവിടത്തെ ഏകദേശം എനിക്ക് തോന്നുന്നത് ഇത് ഏതാ സ്ഥലം തന്നെ അറിയില്ല കേട്ടോ. ഞങ്ങൾ പറയാം ഏകദേശം ഇപ്പൊ മാപ്പൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ പയ്യോളി എത്താനായിട്ടുണ്ട്. പാറപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം കണ്ട് എത്താനായിട്ടുണ്ട്. വിയ്യൂരടുത്ത് പയ്യോളി എത്താനായ സമയത്ത് ഈ ഫോണൊക്കെ ഈ വൃത്തികെട്ടവൻ മെയിൻ റോഡ് കഴിഞ്ഞിട്ട് മെയിൻ റോഡിൽ ലെഫ്റ്റ് എടുത്ത് പോകേണ്ട വഴിക്ക് പോവാതെ ഇപ്പൊ ഹൈവേന്റെ പണി നടന്ന് മണ്ണ് മാതിരോടത്ത് കൂടി വണ്ടി എടുത്തതാ പോകുന്നുണ്ട്. എന്നിട്ട് ഞങ്ങളെ കണ്ടിട്ട് ഞങ്ങളെ ബാക്കിൽ കുറെ വേറെ വണ്ടികൾ എല്ലാവർക്കും കൂടി അങ്ങോട്ട് സ്നേഹ ഇത്രയും നേരം വ്ളോഗൊന്നും എടുക്കില്ല. അപ്പൊ സ്നേഹം തയ്യാറ് ലാസ്റ്റ്. എന്നിട്ട് ഇനി അവസാനത്തെ യാത്രയാണെങ്കിലോ പോയിട്ട് സ്നേഹ വ്ളോഗ് എടുത്താണ്. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, നമ്മളിപ്പോ കൊടൂരമായ KGF-ലുള്ള സ്ഥലങ്ങളിലെ പോലത്തെ സ്ഥലത്ത് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫുള്ള് കുഴി മണ്ണുത് ഫുള്ള് അവന്റെ പാറയും മണ്ണൊക്കെ സ്ഥലം കാണിച്ചത്. മുന്നിലെ കാറ് കാണാനില്ലെന്ന് പ്രവീന്റെ ഒരു സങ്കടം. മുന്നിലെ കാറ് ഇവിടെ അപ്പൊ ഇതാണ് നമ്മള് പോണ വഴി. ഇത് പണിയിട്ട് കഴിഞ്ഞാല് ഹൈവേ ആവും. പക്ഷെ ഹൈവേ ആവാൻ കുറച്ച് സമയം പിടിക്കും. പക്ഷെ ഇത് സെറ്റ് ആണ്. ഇപ്പൊ ഇൻ പ്രോഗ്രസ് ആണ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അപ്പൊ ഇതാ റോഡില് ഞങ്ങള് വരുന്ന വഴിക്കുള്ള ആൾക്കാരോട് ചോദിച്ചു പോവോന്നുള്ളത്. അപ്പൊ വണ്ടി പോകുന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മുടെ അവസ്ഥ കോഴിക്കോട് ടു കണ്ണൂർ വഴി. പക്ഷെ കുഴപ്പമില്ല, നമ്മള് റോഡൊക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളിയാണ്. നമ്മൾ KGF-ലുള്ള സ്ഥലത്തെ പോലെ ഒരു സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട അടി കൂടെ ഉണ്ടോ അവിടൊക്കെ. അപ്പൊ നമ്മള് അങ്ങനത്തെ കൊടൂരമായ കാട്ടിന്റെ വഴിയിലൂടെ, കാടല്ല ഇത്, വല്ല മണ്ണും എന്റെ KGF-ലൊക്കെ ഉള്ള പോലെ മണ്ണ് മാതി വല്ല സ്വർണ്ണക്കനികൾ ഉണ്ടോന്ന് എനിക്കറിയില്ല. അവിടുന്ന് കുഴിച്ചു കിട്ടുമെന്ന് അറിയില്ല. ഇത് ഇപ്പൊ വേറെ വഴി കൂടെ പോകുന്നുണ്ട്, അറിയില്ല ഏത് വഴി കൂടെ. ലെഫ്റ്റ് എടുത്ത് നമ്മള് തിരിച്ചങ്ങോട്ടാണ് പോണേ. അവിടെ വേറെ വഴിയുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ തലശ്ശേരി പോവാണ്. അപ്പൊ ജസ്റ്റ് ഞാൻ ആദ്യം വ്ലോഗ് എടുക്കേണ്ടത് വിചാരിച്ചു. പിന്നെ ഞാൻ ഈ വഴി കണ്ടപ്പോ സായി പറഞ്ഞ പോലെ അപ്പൊ ഉഷാറായി. അപ്പൊ നമുക്ക് വ്ലോഗിൽ എന്തെങ്കിലും വേണമല്ലോ, കണ്ടന്റുകൾ വേണമല്ലോ. പിന്നെ അങ്ങനെ കണ്ടന്റ് ക്ഷമമുള്ള ആളായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും കിട്ടാറില്ല. അപ്പൊ ഞാനിത് കണ്ടപ്പോ ഞാൻ വെറുതെ ഒരു വ്ലോഗ് എടുത്താണ്. അപ്പൊ നമുക്കിനി പിന്നെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. നമ്മളിനി 4:30 ആകുമ്പോഴാണ് അവിടെ എത്താന്ന് കണ്ടത്. മാച്ചിന്റെ ഒരു ഇനോഗ്രേഷനോ എന്തോ ഷൂട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് വുമൻസ് ക്രിക്കറ്റ് ടീമിന്റെ. അപ്പൊ നമുക്കിനി ബാക്കി അവിടെ വെച്ച് കാണാം. വണ്ടിയുടെ ക്രാങ്ക് പൊട്ടിപ്പോയടാ. വേണ്ടാത്തൊന്നും വായിൽ പറയലട്ടോ. എവിടെയെങ്കിലും ഒരു വണ്ടി എടുത്ത് ഇറങ്ങാ, അവിടെ കൊണ്ടുപോയി വണ്ടി കേടെന്ന് പറയാ. 10 ദിവസം അവിടെ കിടക്കാൻ കണ്ടന്റ് ഉണ്ടാക്കി 10 ദിവസം പിന്നെ അലമ്പുണ്ടാക്കി കയറി പോരും. അപ്പൊ നമ്മളിപ്പോ ഇവിടെത്തി നല്ല പഴയ സ്ഥലങ്ങൾ കേട്ടോ. പഴയ കൊല്ലത്തെത്തിട്ടോ. അപ്പൊ നമ്മള് തലശ്ശേരിക്ക് പോണ വഴിയുള്ള കൊല്ലത്തെത്തി. ഇന്റർനെറ്റ് കഫേ, പഴയ ഇന്റർനെറ്റ് കഫേ ഏതാ? നെല്ലിയാടി റോഡ്. കൊല്ലം നെല്ലിയാടി റോഡ് എത്തി. എന്താ ലെഫ്റ്റ് വന്നാല് അതന്നെ. അപ്പൊ ഇങ്ങനെ ലെഫ്റ്റ് എന്നത് അതന്നെ ഒന്നും അറിയില്ല. കുത്ത് കുത്ത് കുത്ത്. അപ്പൊ നമ്മളങ്ങനെ സ്റ്റേഡിയത്തിന്റെ അവിടെ എത്തി. തലശ്ശേരി ക്രിക്കറ്റ് സ്റ്റേഡിയം. ഹലോ, നമ്മുടെ ഡയറക്ടർ സാർ വിനു എത്തിയിട്ടുണ്ട്.
ഇവിടെ കാര്യമായിട്ടുള്ള പരിപാടികളാണ് അല്ലേ. നമ്മളുടെ പ്രോഗ്രാം അതാ കോടിയേരി ബാലകൃഷ്ണൻ 1T20 ടൂർണമെൻ്റാണ്. നല്ല എൻജോയ് ചെയ്യണം. നല്ലൊരു ടൂർണമെന്റ് ആവട്ടെ എല്ലാവർക്കും. ഇസബൽ, നമുക്ക് ഈ വർഷം അണ്ടർ-19 എന്താണ് പറയാനുള്ളത് ടൂർണമെന്റ്? അണ്ടർ-19 ഈ വർഷം ഒരു സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു ശ്രേയാബി സിജു. എങ്ങനെ ചേച്ചിനോട് എന്തായാലും വന്നല്ലോ. അപ്പോൾ നമ്മുടെ ടീമിൻ്റെ കോച്ചാണിത്. അപ്പോൾ നമ്മളിവിടെ ഷൂട്ട് ഇറക്കുകയാണ്. ഡയറക്ടർ സാർ ഇവിടെ ഷൂട്ട് ഇറക്കുകയാണ് നമ്മുടെ ടീമിൻ്റെ പേരെന്താണ്? റേസ് പ്ലേസസ്. അപ്പോൾ നമ്മളിവിടെ തലശ്ശേരി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വന്നാണ്. ഇവിടെ മറ്റേ ടീമിൻ്റെ ഇനോഗ്രേഷനും ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സ്റ്റേഡിയത്തിൽ. അപ്പോൾ നമ്മുടെ ഡയറക്ടർ സാർ നേരത്തെ കാണിച്ച പോലെ ഒരു ഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിപാടിയൊക്കെ കഴിഞ്ഞു തോന്നുന്നത്. അതാ വണ്ടി തോന്നുന്നു. അവിടെ ഒരു എന്താ പറയുക ഇതുണ്ട്, എന്താ അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ പ്രാക്ടീസിനൊക്കെ വേണ്ടിയിട്ട് വന്നാണ്. പ്രബി അവിടെ ഡയറക്ടർ സാറ് കാര്യമായിട്ട് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ തലശ്ശേരി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഗ്രൗണ്ടാണ് ഇവിടെ. അപ്പോൾ നാളെ മുതലാണ് മാച്ച് ഉള്ളത്. അപ്പോൾ നമ്മുടെ കോടിയേരി സഖാവിൻ്റെ മെമ്മോറിയലായിട്ട് നടത്തുന്ന ഒരു ടൂർണമെൻറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് 3ാമത്തെ വർഷമാണ് നടത്തുന്നത്, വുമൺസ് T20 ടൂർണമെൻറ്റ്. അപ്പോൾ അതിനൊരു 8 ടീമുണ്ട്. അപ്പോൾ നമ്മളെ കിക്കിൻ്റെ ടീം, റാഫേൽ ടീം പറയുന്നത് ബ്ലൂ അല്ല, റേസ് പ്ലേസേഴ്സ് എന്നാണ്. അപ്പോൾ റേസ് ബൈ സെൻറ്റ് സാംസൻ്റെ ആ ഒരു ഇതിൽ പേരിലുള്ളതാണ്. അപ്പോൾ റേസ് പ്ലേസേഴ്സ്. അപ്പോൾ അവരുടെ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നാളെയാണ് മാച്ച് തുടങ്ങുന്നത്. അപ്പോൾ സമയം ഏകദേശം 6:30 നല്ല അടിപൊളി കാറ്റൊക്കെ ഉണ്ട് ഇവിടെ. ഈ ഗ്രൗണ്ടിൽ നല്ല രസമുണ്ട്. ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്ലെയേഴ്സിൻ്റെ ടീമിൻ്റെ. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല, ജസ്റ്റ് സ്നാക്സ് മൊത്തം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്, മീൻസ് നാളെയാണ് മാച്ച് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ കാണാൻ വേണ്ടി പ്രോഗ്രാമിനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക്
കാണാം. അതേ ഒരു തോണി ഹൗസ് ബോട്ട് തുഴഞ്ഞു പോണു. പിന്നെ കൂടെ ടയറൊക്കെ വെച്ചിട്ട് അല്ലേ ഗ്രൗണ്ടിൽ ചുറ്റോടുണ്ട്. ഇപ്പൊ അതാക്കി കൊണ്ടുപോയിട്ട് അപ്പോൾ നമ്മുടെ കോടിയേരി സഖാവിൻ്റെ മെമ്മോറിയലിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വുമൺസ് ക്രിക്കറ്റ് ടൂർണമെൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മുടെ ബിനീഷ് കോടിയേരി ഉണ്ടായിരുന്നു. അപ്പോൾ സായിയും ബിനീഷ് കോടിയേരിയും തമ്മിൽ പഴയ ഫ്രണ്ട്സാണ്. ക്രിക്കറ്റ് കളിക്കുമ്പോൾ തന്നെ ഉള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അവർ തമ്മിൽ. അപ്പോൾ അവർ തമ്മിലുള്ള ചെറിയ സംഭാഷണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ണൂർ വന്നിട്ട് അവർ ബിനീഷ് കോടിയേരിൻ്റെ വീട് ധർമ്മടത്താണ്. ഫുഡ് കഴിക്കാനൊക്കെ വിളിക്കുമായിരുന്നു. പറയാൻ ബിരിയാണി കഴിക്കണം, ഫിഷ് കഴിക്കാൻ പോകണം. നിങ്ങള് ഫൈനലിൽ കപ്പെടുക്കുമ്പോ എന്തായാലും അങ്ങനത്തെ ഒരു മോട്ടീവാണ്. നീ കിടക്കുന്നല്ലോ അടുത്ത പ്രാവശ്യം. താങ്ക് യു. most famous celebrity. അതല്ലേ ഫറോസിന്റെ എഡിറ്റർ. ഈ കാണുന്നല്ലവൻ, ഈ കാണിക്കുന്നല്ലവൻ 10 കലയാ. ഇങ്ങനെ നിന്ന് ഇതിന് മോഹൻലാലിനെ പൊന്തിച്ച മനുഷ്യനാണ് നിൽക്കുന്നത്. അതിന് അഹങ്കാരുണ്ടോ നോക്കി ഉണ്ടോ കണ്ടോ? സായന ഇവിടെ എല്ലാവരും ഉണ്ടോ? ഓന്റെ നാട്ടിലൊന്നാണ്. പക്ഷെ ഓന്റെ നാട്ടിൽ ഓനെ ആരും അറിയില്ല. ഫറോസിന്റെ എഡിറ്ററാണ്. ഇനി ഹോളിവുഡ് പോണ മനുഷ്യനാണ്. ഈ ഇരിക്കണമെന്ന് നോക്കണ്ട. ഇതൊക്കെ ഭാവിയിൽ ചിലപ്പോ ചിലപ്പോ കളിക്കും. അന്ന് ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിച്ചപ്പോ ഇങ്ങനെയായിരുന്നു. കുറച്ചുകൂടി നീങ്ങാം, കുറച്ച് വേക്കണം വീട്. അത് 3 ആളായി ഇവിടെ